ഗവൺമെൻറ് IT മലമ്പുഴ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ബാബു EP, ഇൻസ്ട്രക്ടർ മെക്കാനിക് ട്രാക്ടർ ട്രേഡ്. പാർട്സ് ഓഫ് കൂളിംഗ് സിസ്റ്റം. ഒരു വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്നാണ് ഇന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ പാർട്ട് വാട്ടർ പമ്പ്. The centrifugal type water pump is used in engines. It is mounted on the front side of the cylinder block or head. The water pump is driven by the crankshaft pulley through the fan belt. The impeller is mounted on one end of the water pump shaft. The shaft is fitted in the pump housing with bearing. A water seal is provided in the pump to prevent leakage of water and to prevent water entering to the bearing. പമ്പ് ഓർ ഫോഴ്സ്ഡ് സർക്കുലേഷൻ ടൈപ്പ് കൂളിംഗ് സിസ്റ്റത്തിലെ പ്രധാന ഭാഗമാണ് വാട്ടർ പമ്പ്. സെൻട്രിഫ്യൂഗൽ ടൈപ്പ് വാട്ടർ പമ്പാണിത്. ഇത് എൻജിൻ ബ്ലോക്ക് അല്ലെങ്കിൽ സിലിണ്ടർ ഹെഡ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ മുൻഭാഗത്തായി ഉറപ്പിച്ചിരിക്കുന്നു. ഈ പമ്പിനെ തിരിക്കുന്നത് ക്രാങ്ക് ഷാഫ്റ്റ് ആണ്. ഇതിനായി വി ബെൽറ്റ്, പുള്ളി എന്നിവ ഉപയോഗിക്കുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പമ്പ് കേസിംഗ്, ഇമ്പല്ലർ ഷാഫ്റ്റ്, ബെയറിംഗ്, വാട്ടർ സീൽ എന്നിവയാണ്. ഇമ്പല്ലർ വാട്ടർ പമ്പ് ഷാഫ്റ്റിൻ്റെ ഒരു വശത്ത് ഘടിപ്പിച്ചിരിക്കുന്നു. ഈ ഷാഫ്റ്റ് പമ്പ് ഹൗസിങ്ങിൽ ബെയറിങ്ങിൻ്റെ സഹായത്താൽ ഫിറ്റ് ചെയ്തിരിക്കുന്നു. കൂളൻ്റ് ബെയറിങ്ങിലേക്ക് വരുന്നത് തടയുവാനായി ഒരു സീൽ ഈ ഷാഫ്റ്റിൽ ഉറപ്പിച്ചിട്ടുണ്ട്. When the impeller rotates, it draws water from the lower tank of radiator and pump water to the engine block by centrifugal force under pressure. ഇമ്പല്ലർ കറങ്ങുമ്പോൾ കൂളൻ്റ് ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ഫലമായി നിശ്ചിത മർദ്ദത്തോടു കൂടി റേഡിയേറ്റർ ലോവർ ടാങ്കിൽ നിന്നും എൻജിൻ ബ്ലോക്കിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു. ദ ഫാൻ ഈസ് മൗണ്ടഡ് ഓൺ ദ വാട്ടർ പമ്പ് പുള്ളി. ഒരു ഫാൻ വാട്ടർ പമ്പ് പുള്ളിയിൽ ഘടിപ്പിച്ചിരിക്കുന്നു. റേഡിയേറ്റർ കോറിലൂടെ ഒഴുകുന്ന ചൂടായ കൂളൻറ്റിനെ തണുപ്പിക്കുന്നതിനാണ് ഫാൻ ഉപയോഗിക്കുന്നത്. റേഡിയേറ്ററിന് പിന്നിലായി വാട്ടർ പമ്പ് പുള്ളിയിലാണ് ഫാൻ ഘടിപ്പിച്ചിരിക്കുന്നത്. റേഡിയേറ്റർ കോറിലൂടെയുള്ള വായു പ്രവാഹത്തിൻ്റെ വേഗത കൂട്ടിയാണ് കൂളൻറ്റിനെ വേഗത്തിൽ തണുപ്പിക്കുന്നത്. മറ്റൊരു പാർട്ടാണ് തെർമോസ്റ്റാറ്റ്. ദ തെർമോസ്റ്റാറ്റ് ഹെൽപ്സ് ടു ബ്രിങ് ദ കോൾഡ് എൻജിൻ ടു ദ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ക്വിക്ക്ലി. ഇറ്റ് ഈസ് ഫിറ്റഡ് ഇൻ ബിറ്റ്വീൻ ദ വാട്ടർ ഔട്ട്ലെറ്റ് ഓഫ് ദ സിലിണ്ടർ ഹെഡ് ആൻഡ് ദ inlet of the radiator. When the engine is cold, the thermostat is closed. It does not permit water to enter the radiator. Water circulation in the engine through the bypass hole. ഒരു എൻജിൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ എൻജിൻ ഊഷ്മാവ് വളരെ വേഗത്തിൽ അതിൻ്റെ പ്രവർത്തനോഷ്മാവിലെത്താൻ തെർമോസ്റ്റാറ്റ് സഹായിക്കുന്നു. ഇത് സിലിണ്ടർ ഹെഡിലെ വാട്ടർ ഔട്ട്ലെറ്റിനും റേഡിയേറ്റർ ഇൻലെറ്റിനും ഇടയിൽ ഫിറ്റ് ചെയ്യുന്നു. എൻജിൻ തണുത്തിരിക്കുമ്പോൾ തെർമോസ്റ്റാറ്റ് അടഞ്ഞിരിക്കും. ഈ സമയം വെള്ളം റേഡിയേറ്ററിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നു. സിസ്റ്റത്തിലുള്ള വെള്ളം ബൈപ്പാസ് ഹോളിലൂടെ എൻജിന് ചുറ്റും സർക്കുലേറ്റ് ചെയ്യുകയും വളരെ വേഗം വെള്ളത്തിൻ്റെ ഊഷ്മാവ് എൻജിൻ്റെ പ്രവർത്തനോഷ്മാവിലേക്ക് എത്തുവാൻ സഹായിക്കുന്നു. Once the engine has reached the operating temperature, the thermostat is open. It closes the bypass hole and now permit water to enter the radiator tank. എൻജിൻ ടെമ്പറേച്ചർ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തെർമോസ്റ്റാറ്റ് തുറന്ന് ബൈപ്പാസ് ഹോൾ അടയുകയും ചൂടായ വെള്ളം
റേഡിയേറ്ററിൻ്റെ അപ്പർ ടാങ്കിലേക്ക് ഒഴുകുകയും ചെയ്യുന്നു. തെർമോസ്റ്റാറ്റുകൾ വ്യത്യസ്ത ഊഷ്മാവുകളിൽ തുറക്കുന്നവയാണ്. സാധാരണയായി 2 തരത്തിലുള്ള തെർമോസ്റ്റാറ്റുകളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ബെല്ലോസ് ടൈപ്പ്, മറ്റൊന്ന് വാക്സ് പെല്ലറ്റ് ടൈപ്പ്. എന്താണ് ബെല്ലോസ് ടൈപ്പ് എന്ന് നോക്കാം. It has the flexible metal bag closed at both ends. The metal bag is partially filled with ethyl, which has a low boiling temperature. When the engine is cold, the valve closes its outlet passage and does not allow water to reach the radiator top tank from the engine, but it is circulated through the bypass port to the engine. When the water reaches the working temperature, ethyl in the closed bellow expand and open the valve. Now the water reaches the radiator top tank from the engine. In the valve's opened position, the bypass passage is closed. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ബാഷ്പീകരണ സ്വഭാവമുള്ള ദ്രാവകം നിറച്ച മെറ്റാലിക് ബെല്ലോസ്. ഇതിൽ താഴ്ന്ന ഊഷ്മാവിൽ തിളയ്ക്കുന്ന ഈഥയിൽ നിറച്ചിരിക്കുന്നു. ബെല്ലോസിൻ്റെ ഒരഗ്രം ഒരു വാൽവിനോടും മറ്റൊന്ന് ഫ്രെയിമിനോടും ഘടിപ്പിച്ച് കൂളിംഗ് പാസേജിൽ ഫിറ്റ് ചെയ്യുന്നു. എൻജിൻ താഴ്ന്ന ഊഷ്മാവിൽ പ്രവർത്തിക്കുമ്പോൾ തെർമോസ്റ്റാറ്റ് വാൽവ് അടഞ്ഞിരിക്കുന്നതിനാൽ കൂളൻ്റ് ബൈപ്പാസ് പൈപ്പിലൂടെ വാട്ടർ പമ്പിൻ്റെ ഇൻലെറ്റിൽ എത്തുന്നു. ഇപ്രകാരം റേഡിയേറ്ററിലേക്കുള്ള കൂളൻറ്റിൻ്റെ പ്രവാഹം തടഞ്ഞ് എൻജിൻ ഊഷ്മാവ് പെട്ടെന്ന് വർക്കിംഗ് ടെമ്പറേച്ചറിൽ എത്തിക്കാൻ സഹായിക്കുന്നു. വർക്കിംഗ് ടെമ്പറേച്ചറിൽ എത്തിയാൽ തെർമോസ്റ്റാറ്റിനകത്തെ ദ്രാവകം ബാഷ്പീകരിക്കപ്പെടുന്നു. ഇത് ബെല്ലോസ് വികസിക്കുന്നതിനും വാൽവ് മുകളിലേക്ക് ഉയർന്ന് ചൂടുവെള്ളം എൻജിൻ ഔട്ട്ലെറ്റിലൂടെ റേഡിയേറ്ററിൽ എത്തുന്നു. ഈ സമയം ബൈപ്പാസ് പാസേജ് അടഞ്ഞിരിക്കും. മറ്റൊരു തെർമോസ്റ്റാറ്റാണ് വാക്സ് പെല്ലറ്റ് ടൈപ്പ്. In this type, a wax pellet is used as a heating element. When the circulated water temperature is lesser than the operating temperature, the spring keeps the valves in the closed position and the water does not reach the radiator top tank from the engine. As the water reaches the operating temperature, the wax pellet expands and forces the valve to open against the spring tension. ഇതിൽ ഹീറ്റിംഗ് എലമെൻ്റായി വാക്സ് പെല്ലറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എൻജിൻ ടെമ്പറേച്ചർ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിൽ താഴെ ആയിരിക്കുമ്പോൾ ഇതിലെ സ്പ്രിംഗ് ടെൻഷൻ മൂലം വാൽവ് ക്ലോസ്ഡ് പൊസിഷനിൽ നിലനിൽക്കുകയും വെള്ളം എൻജിൻ ഔട്ട്ലെറ്റിലൂടെ റേഡിയേറ്ററിലേക്ക് ഒഴുകുന്നത് തടയുകയും ചെയ്യുന്നു. കൂളൻ്റ് ടെമ്പറേച്ചർ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിൽ എത്തിയാൽ വാക്സ് പെല്ലറ്റ് എക്സ്പാൻഡ് ചെയ്യുകയും സ്പ്രിംഗ് ടെൻഷന് എതിരായി വാൽവ് തുറക്കുകയും ചൂടായ വെള്ളം എൻജിനിൽ നിന്നും റേഡിയേറ്റർ ടോപ്പ് ടാങ്കിലേക്ക് എത്തുകയും ചെയ്യും. ഈ സമയം ബൈപ്പാസ് പോർട്ട് അടഞ്ഞിരിക്കും. സിസ്റ്റത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട പാർട്ടാണ് റേഡിയേറ്റർ. ദ പർപ്പസ് ഓഫ് എ റേഡിയേറ്റർ ഇൻ ദ കൂളിംഗ് സിസ്റ്റം ഈസ് ടു കൂൾ ഹോട്ട് വാട്ടർ coming out of engine. It has large cooling surface area to allow enough of air to pass through it. Water circulated through it is cooled by the passing air. The radiator consists of an upper tank and lower tank, and in between the upper and lower tank radiator cores are provided. എഞ്ചിനിൽ നിന്നും വരുന്ന ചൂടുവെള്ളത്തെ തണുപ്പിക്കുന്നതിനാണ് റേഡിയേറ്റർ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പ്രധാന ഭാഗങ്ങൾ അപ്പർ ടാങ്ക്, ലോവർ ടാങ്ക്, കോർ എന്നിവയാണ്. അപ്പർ ടാങ്കിനെയും ലോവർ ടാങ്കിനെയും ബന്ധിപ്പിക്കുന്നത് കോർ ആണ്. അപ്പർ ടാങ്കിൽ വെള്ളം നിറയ്ക്കുവാനുള്ള ഒരു നെക്ക് ഉണ്ടായിരിക്കും. ഇതിൽ ഒരു ഓവർഫ്ലോ പൈപ്പ് ഘടിപ്പിച്ചിട്ടുണ്ടാകും.
The upper tank is connected to the water outlet of the engine through a rubber hoses. The lower tank is connected to the water pump through rubber hoses. അപ്പർ ടാങ്ക് എൻജിൻ ഔട്ട്ലെറ്റുമായി റബ്ബർ ഹോസിൻ്റെ സഹായത്താൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. ലോവർ ടാങ്ക് റബ്ബർ ഹോസിൻ്റെ സഹായത്താൽ വാട്ടർ പമ്പുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. എൻജിനിൽ നിന്ന് ചൂടുവെള്ളം അപ്പർ ടാങ്കിൽ ഉള്ള ഇൻലെറ്റ് കണക്ഷനിലൂടെ റേഡിയേറ്ററിലെത്തുന്നു. ലോവർ ടാങ്കിലുള്ള ഔട്ട്ലെറ്റ് കണക്ഷനിലൂടെ തണുത്ത വെള്ളം എൻജിൻ ബ്ലോക്കിലേക്ക് എത്തുന്നു. റേഡിയേറ്ററിലെ വെള്ളം ചോർത്തുന്നതിനായി ലോവർ ടാങ്കിൻ്റെ അടിഭാഗത്ത് ഡ്രെയിൻ കോക്ക് ഉണ്ടായിരിക്കും. അപ്പർ ടാങ്കിൽ നിന്നും ലോവർ ടാങ്കിലേക്ക് വെള്ളം കോറിലൂടെ ഒഴുകുമ്പോൾ വെള്ളത്തിൽ നിന്നും താപം കോറിലൂടെ പുറത്തെ വായുവിലേക്ക് കണ്ടക്റ്റ് ചെയ്യപ്പെടുന്നു. റേഡിയേറ്റർ കോറുകൾ രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് ട്യൂബുലാർ കോർ, മറ്റൊന്ന് സെല്ലുലാർ കോർ. എന്താണ് ട്യൂബുലാർ കോറിൻ്റെ പ്രത്യേകത? In the tubular type, the upper and lower tanks are connected by tubes. Water passes through these tubes. Cooling fins are provided around the tubes to absorb and radiate heat to the atmospheric air. ഇതിൽ അപ്പർ ടാങ്കിനെയും ലോവർ ടാങ്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ട്യൂബുകൾ ആണ്. വെള്ളം ഈ ട്യൂബുകളിലൂടെ ഒഴുകുന്നു. ട്യൂബുകൾക്ക് ചുറ്റും ഫിറ്റ് ചെയ്തിരിക്കുന്ന കൂളിംഗ് ഫിൻസ് ഹീറ്റ് അബ്സോർബ് ചെയ്ത് അന്തരീക്ഷത്തിലേക്ക് വികിരണം ചെയ്യുന്നു. മറ്റൊരു കോറാണ് സെല്ലുലാർ കോർ. ഇൻ ദി സെല്ലുലാർ ടൈപ്പ്, എ ലാർജ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ എയർ സെൽസ് ആർ പ്രൊവൈഡഡ് and surrounded by water. Because of its appearance, the cellular type is known as honeycomb radiator. സെല്ലുലാർ കോറുകളിൽ വാട്ടർ പാസേജിന് ചുറ്റും ധാരാളം എയർ സെൽസ് കൊടുത്തിരിക്കുന്നു. ഇത്തരം കോറുകൾ കാഴ്ചയിൽ തേനീച്ചക്കൂട് പോലെ തോന്നുന്നതിനാൽ ഇതിനെ ഹണികോംബ് റേഡിയേറ്റർ എന്ന് അറിയപ്പെടുന്നു. The materials of the core is copper and brass. The parts are normally connected together by soldering. റേഡിയേറ്ററിൻ്റെ പാർട്ടുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് സോൾഡറിംഗ്, വിളക്കൽ പ്രക്രിയയിലൂടെയാണ്. റേഡിയേറ്റർ ഉണ്ടാക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന റേഡിയേറ്റർ കോറുകൾ ഉണ്ടാക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കോപ്പർ, ബ്രാസ് എന്നീ ലോഹങ്ങളാണ്. റേഡിയേറ്റർ നെക്കിലുള്ള ക്യാപ്പ്, അതിൻ്റെ പേരാണ് പ്രഷർ ക്യാപ്പ്. ആധുനിക വാഹനങ്ങളിലെ റേഡിയേറ്റർ നെക്ക് അടയ്ക്കുവാനാണ് പ്രഷർ ക്യാപ്പ് ഉപയോഗിക്കുന്നത്. എന്താണ് ഇതിൻ്റെ പ്രവർത്തനം എന്ന് നോക്കാം. ഇൻ നോർമൽ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ, വാട്ടർ ബോയിൽസ് അറ്റ് 100 degrees centigrade. In higher altitude, the atmospheric pressure is low and water boils at a temperature below 100 degrees centigrade. To increase the boiling temperature of water, the pressure of the cooling system is increased. നമുക്കറിയാം, സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ വെള്ളം 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ തിളയ്ക്കുന്നു. ഉയർന്ന സ്ഥലങ്ങളിലേക്ക് ചെല്ലുന്തോറും അന്തരീക്ഷ മർദ്ദം കുറയുകയും വെള്ളം 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിന് താഴെ തിളയ്ക്കുകയും ചെയ്യുന്നു. വെള്ളത്തിൻ്റെ ബോയിലിംഗ് ടെമ്പറേച്ചർ കൂട്ടുന്നതിനായി കൂളിംഗ് സിസ്റ്റത്തിൻ്റെ പ്രഷർ കൂട്ടേണ്ടതായി വരുന്നു. This is achieved by providing pressure cap to seal the system. The cold loss due to evaporation is also minimized by using pressure cap. It also permits the engine to operate at a higher temperature so that better efficiency of the engine is achieved. The pressure cap is fitted in the filler neck portion on the top of the radiator tank. If pressure is increased by 15 psi, the boiling temperature rises to 113 degree centigrade. റേഡിയേറ്റർ നെക്കിൽ ഫിറ്റ് ചെയ്യുന്ന ക്യാപ്പ്
പ്രഷർ ക്യാപ്പ് ഉപയോഗിച്ച് സീൽ ചെയ്യുന്നു. ആയതിനാൽ ബാഷ്പീകരണം മൂലമുള്ള കൂളൻ്റ് ലോസസ് കുറയ്ക്കുവാൻ കഴിയുന്നു. ഉയർന്ന താപത്തിൽ എൻജിൻ പ്രവർത്തിക്കുന്നതിനാൽ എൻജിൻ എഫിഷ്യൻസി കൂടുന്നു. പ്രഷർ ക്യാപ്പ് ഫിറ്റ് ചെയ്യുന്നത് മൂലം 15 PSI പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ബോയിലിംഗ് ടെമ്പറേച്ചർ 113 ഡിഗ്രി സെൻറ്റിഗ്രേഡായി ഉയരുന്നു. ദ പ്രഷർ ക്യാപ്പ് ഹാസ് 2 വാൽവ്സ്. ഈ പ്രഷർ ക്യാപ്പിൽ 2 വാൽവുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് പ്രഷർ വാൽവ്, മറ്റൊന്ന് വാക്വം വാൽവ്. എന്താണ് പ്രഷർ വാൽവിൻ്റെ പ്രവർത്തനം? If the pressure in the system is rises, it may damage the components. To avoid this, a pressure relief valve is used to release the excess pressure. It is spring-loaded valve. The spring's tension depends on the system pressure. When the cooling water of the engine is heated up, it expands, which results in high pressure in the system. If the force due to pressure is more than the spring tension, the valve opens and water vapor escape through the overflow pipe until the pressure is lowered to the preset value. കൂളിംഗ് സിസ്റ്റത്തിൻ്റെ പ്രഷർ വർദ്ധിക്കുന്നതിനാൽ സിസ്റ്റത്തിലെ കമ്പണൻസിന് തകരാറുകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അധിക മർദ്ദം ഒഴിവാക്കുവാനായി ഒരു പ്രഷർ റിലീഫ് വാൽവ് പ്രഷർ ക്യാപ്പിൽ കൊടുത്തിരിക്കുന്നു. ഇതൊരു സ്പ്രിംഗ് ലോഡഡ് വാൽവ് ആണ്. സ്പ്രിംഗ് ടെൻഷൻ കൂളിംഗ് സിസ്റ്റത്തിലെ മർദ്ദത്തെ ആശ്രയിച്ചിരിക്കുന്നു. എൻജിൻ പ്രവർത്തിക്കുമ്പോൾ വെള്ളം ചൂടാകുന്നു, സിസ്റ്റത്തിലെ മർദ്ദം കൂടുന്നു. സ്പ്രിംഗ് ടെൻഷനേക്കാൾ അമിതമർദ്ദം സിസ്റ്റത്തിൽ ഉണ്ടാകുമ്പോൾ പ്രഷർ വാൽവ് തുറക്കുകയും വാട്ടർ വേപ്പേഴ്സ് നെക്കിലുള്ള ഓവർഫ്ലോ പൈപ്പിലൂടെ പുറത്ത് പോകുന്നു. മറ്റൊരു വാൽവാണ് വാക്വം വാൽവ്. When the engine cools down, the pressure in the system decreases due to loss of the coolant and a vacuum is created. This valve is also located in the cap and fitted in the filler neck of the radiator. At this time, a vacuum valve opened and air flows into the system until vacuum is filled up in the system. എൻജിൻ തണുക്കുമ്പോൾ റേഡിയേറ്ററിനകത്തെ മർദ്ദം കുറയുകയും തത്ഫലമായി പ്രഷർ ക്യാപ്പിലെ വാക്വം വാൽവ് തുറന്ന് വായു റേഡിയേറ്ററിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. മറ്റൊരു ഭാഗമാണ് എക്സ്പാൻഷൻ ടാങ്ക്. In some engines, an overflow pipe is connected to an expansion tank. The expansion tank collects the water vapor during the pressure valve operation, and the same vapor after condensing goes to the radiator when the vacuum valve is in operation. റേഡിയേറ്ററിനകത്തെ മർദ്ദം വർദ്ധിക്കുമ്പോൾ പുറന്തള്ളപ്പെടുന്ന കൂളൻ്റ് പ്രഷർ ക്യാപ്പിലെ പ്രഷർ വാൽവ് തുറന്ന് ഓവർഫ്ലോ പൈപ്പിലൂടെ എക്സ്പാൻഷൻ ടാങ്കിൽ എത്തുന്നു. എന്നാൽ എൻജിൻ തണുക്കുമ്പോൾ റേഡിയേറ്ററിലെ മർദ്ദം കുറയുന്നു. തത്ഫലമായി പ്രഷർ ക്യാപ്പിലെ വാക്വം വാൽവ് തുറന്ന് എക്സ്പാൻഷൻ ടാങ്കിൽ നിന്നും കൂളൻ്റ് തിരിച്ച് റേഡിയേറ്ററിലേക്ക് എത്തുന്നു. ഇടയ്ക്കിടെയുള്ള റേഡിയേറ്ററിലെ കൂളൻ്റ് ലെവൽ ചെക്കിംഗ് എക്സ്പാൻഷൻ ടാങ്ക് ഉപയോഗിച്ചാൽ ഒഴിവാക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ടതാണ് ആൻറ്റിഫ്രീസ് സൊല്യൂഷൻ. In order to prevent the water in the cooling system from freezing, some chemical solutions which are mixed with water. In cold areas, if the engine is kept without this solution for some time, the water may freeze and expand, leading to fracture in the cylinder block, cylinder head and radiator cores. തണുത്ത കാലാവസ്ഥകളിൽ കൂളിംഗ് സിസ്റ്റത്തിലെ വെള്ളം
തണുത്ത് കട്ടയാകുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി കൂളിംഗ് വാട്ടറിനോടൊപ്പം ചേർക്കുന്ന രാസപദാർത്ഥങ്ങളെയാണ് ആൻറ്റി ഫ്രീസ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. വെള്ളം ഐസാകുമ്പോൾ വെള്ളത്തിൻ്റെ വ്യാപ്തം കൂടുന്നതിനാൽ വാട്ടർ ജാക്കറ്റ്, എൻജിൻ ബ്ലോക്ക്, എൻജിൻ ഹെഡ്, റേഡിയേറ്റർ കോർ എന്നിവ പൊട്ടുവാനുള്ള സാധ്യതകൾ ഉണ്ട്. The materials commonly used are ethylene glycol, methyl alcohol. സാധാരണയായി ഉപയോഗിക്കുന്ന ആൻറ്റിഫ്രീസ് സൊല്യൂഷൻസ് ആണ് എത്തിലീൻ ഗ്ലൈക്കോൾ, മീഥൈൽ ആൽക്കഹോൾ എന്നിവ. ഇതാണ് വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും അവയുടെ പ്രവർത്തനവും. താങ്ക് യു.